KMIC News, നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മർക്കസ് നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കേസിൽ 100% വിജയം നേടിയെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പ്രസ് മീറ്റ് ദൃശ്യസഹിതം ഇന്ന് KMIC ന്യൂസിൽ. ഹജ്ജ് വളണ്ടിയർ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് നീക്കത്തിൽ ദുരൂഹത. ഇന്ത്യൻ മുസ്ലിങ്ങൾ വിവേചനം അനുഭവിക്കുന്നുണ്ടെന്ന പരാമർശം ഉപരാഷ്ട്രപതി മാപ്പു പറയണമെന്ന് VHP. ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരാണ് ബീഹാറിലുള്ളതെന്ന് നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വിവിധ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് നാളെ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഇന്ന് അർദ്ധരാത്രി ആരംഭിച്ച് നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. സർവേ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കുന്നതോടെ നാടാകെ നിശ്ചലമാകും. പണിമുടക്കിൽ നിന്ന് BMS പിന്മാറിയെങ്കിലും BMSൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പല തൊഴിലാളി സംഘടനകളും സഹകരിക്കുമെന്ന് അറിയിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുക, റെയിൽവേ, ഇൻഷുറൻസ്, പ്രതിരോധ മേഖലകളിൽ വിദേശ മുതൽ മുടക്ക് അനുവദിക്കാതിരിക്കുക, തൊഴിൽ നിയമ ഭേദഗതിക്കുള്ള നീക്കം ഒഴിവാക്കുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ വൻതോതിലുള്ള പ്രചാരണ പ്രവർത്തനമാണ് വിവിധ തൊഴിലാളി സംഘടനകൾ സംഘടിപ്പിച്ചിരുന്നത്. പണിമുടക്കിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട് വിവിധ വിഭാഗം തൊഴിലാളി യൂണിയനുകളുടെ യൂണിറ്റ് തലം വരെയുള്ള ജനറൽ ബോഡികൾ ചേർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ച് 5 ഇടതുപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശവ്യാപക വിദ്യാഭ്യാസ ബന്ധം നാളെയാണ്. വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിക്കുന്ന ആഗോളീകരണ നയങ്ങൾക്കൊപ്പം കാവ്യവൽക്കരണത്തെയും ചേർക്കേണ്ടതുണ്ടെന്ന് ഇടതുപക്ഷ സംഘടനകൾ വിലയിരുത്തുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 16.5% മോദി സർക്കാർ വെട്ടിക്കുറച്ചു. GDPയുടെ 3% മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കായി നീക്കിവച്ചിട്ടുള്ളത്. ബീഹാരികളുടെ DNA പരിശോധിക്കണമെന്ന പരാമർശം വിവാദമായ പശ്ചാത്തലത്തിൽ ബീഹാരികളെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായ ജനങ്ങളാണ് ബീഹാറിലുള്ളതെന്ന് മോദി പറഞ്ഞു. ബഗൽപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി. മോദിയുടെ DNA പരാമർശം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബീഹാരികളെ പുകഴ്ത്തി പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. എത്ര പാർട്ടികളും നേതാക്കളും ഒരുമിച്ചാലും ബീഹാറിൽ BJPയുടെ വിജയത്തെ തടുക്കാനാവില്ലെന്നും മോദി പറഞ്ഞു. 25 വർഷം ബീഹാർ ഭരിച്ചവർ സംസ്ഥാനത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയാൻ തയ്യാറില്ല. പകരം ഞാൻ എന്താണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. 2019 ഇവിടെ വരുമ്പോൾ തന്റെ സർക്കാർ ബീഹാറിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയുമെന്നും മോദി പറഞ്ഞു. രാജ്യത്തെ മുസ്ലിംകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കാൻ ഭരണകൂടം ഇടപെടണമെന്നുള്ള ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയുടെ പ്രസ്താവന വർഗീയത നിറഞ്ഞതും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ളതുമാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. മുസ്ലിംകൾക്കിടയിൽ അസന്തുഷ്ടി സൃഷ്ടിക്കുന്ന പ്രസ്താവന ഉപരാഷ്ട്രപതിക്ക് ചേർന്നതല്ലെന്നും VHP വൈസ് പ്രസിഡന്റ് സുരേന്ദ്ര ജെയിൻ ആരോപിച്ചു. ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ഭരണഘടനാവകാശങ്ങൾ രാജ്യത്ത് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുസ്ലിംകൾ വിവിധ രീതിയിൽ പ്രീണിപ്പിക്കപ്പെടുകയാണ്. പ്രസ്താവന നടത്തിയതിന് ഉപരാഷ്ട്രപതി മാപ്പപേക്ഷിക്കണമെന്നും ജെയിൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ മുസ്ലിംകളുടെ അസ്തിത്വവും അന്തസ്സും സംരക്ഷിക്കപ്പെടണമെന്നും വികസനം പൂർണ്ണമാവണമെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും വളർച്ച സർക്കാർ ഉറപ്പുവരുത്തണമെന്നും അപകർഷതാബോധമില്ലാതെ ഇതര സമുദായങ്ങളുമായി സംവദിക്കാൻ മുസ്ലിംകളെ പ്രാപ്തരാക്കണമെന്നും ഹാമിദ് അൻസാരി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇന്ത്യ മജ്ലിസ് മുഷാവറയുടെ സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലായിരുന്നു ഹാമിദ് അൻസാരിയുടെ പരാമർശം. പ്രസംഗത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച സച്ചാർ ഗുണ്ടു കമ്മിറ്റികളുടെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഹജ്ജ് വളണ്ടിയർ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് നീക്കത്തിൽ ദുരൂഹതകളേറെ. വിശദമായ റിപ്പോർട്ടിലേക്ക്.
ഹാജിമാരുടെ സേവനത്തിനായി കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി പണവും പാസ്പോർട്ടും വാങ്ങി ഏജന്റ് മുങ്ങിയ സംഭവത്തിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണം ശക്തമാകുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ വിവരങ്ങളിൽ ദുരൂഹതകളേറെയാണ്. കഴിഞ്ഞ ദിവസം ഓമശ്ശേരി പെട്രോൾ പമ്പിന് സമീപം ഉപേക്ഷിച്ച നിലയിലുള്ള കാറിൽ നിന്ന് 416 പാസ്പോർട്ടുകൾ മുക്കം പോലീസിന് ലഭിച്ചിരുന്നു. ഇത് മുഖ്യപ്രതിയും ഏജന്റുമായ ജാബിറിന്റെ തറവാട് വീടിന് സമീപം ഉപേക്ഷിച്ച കാറിൽ നിന്ന് ലഭിച്ചുവെന്നാണ് മാധ്യമങ്ങളോട് പോലീസ് ആദ്യം പറഞ്ഞത്. എന്നാൽ പാസ്പോർട്ടുമായി കാറിൽ വന്നവർ വിവരം പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി കാറും ഡ്രൈവറെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ആരാണ് വിവരം പോലീസിന് നൽകിയതെന്നോ കസ്റ്റഡിയിൽ എടുക്കാനായി ഡ്രൈവറെ അയച്ചത് ആരെന്നോ പോലീസ് വ്യക്തമാക്കുന്നില്ല. തട്ടിപ്പ് പുറത്തുവന്നതു മുതൽ പോലീസ് തുടരുന്ന മൃദു സമീപനത്തിൽ പ്രതിഷേധം ഉയരുകയാണ്. ഞായറാഴ്ച കസ്റ്റഡിയിലെടുത്ത കാർ ഡ്രൈവറെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വയനാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതോടൊപ്പം വയനാട് പരിധിയിലെ ആളുകളുടെ പാസ്പോർട്ടുകളും കൈമാറി. ഡ്രൈവറായി വന്നയാൾക്ക് തട്ടിപ്പുമായി ബന്ധമില്ലെന്നാണ് മുക്കം പോലീസ് വിശദീകരിക്കുന്നത്. ഭരണപക്ഷത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. പണം തിരിച്ചു നൽകാതെ പാസ്പോർട്ട് മാത്രം നൽകി പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണത്രേ. പ്രതിയും കൂട്ടാളികളും കേരളത്തിന് പുറത്താണെന്ന് പ്രചരിപ്പിക്കുന്നതിന് പിന്നിലും തട്ടിപ്പുണ്ട് എന്നാണ് അറിയുന്നത്. അതേസമയം ജാബിർ കാന്തപുരം വിഭാഗം നേതാവ് ആയിരുന്നു എന്ന് പറയുന്ന ചേളാരി വിഭാഗം ഇരുട്ടിൽ തപ്പുകയാണ്. ജാബിർ SKSSF വേദിയിൽ പ്രസംഗിക്കുന്ന ചിത്രമടക്കം KMIC ന്യൂസ് പുറത്തുവിട്ടതോടെ നാണക്കേടിലായ ചേളാരി വിഭാഗം ന്യൂസിനെതിരെ ദുരാരോപണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. മർക്കസ് സാഭിമാനം സമർപ്പിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പുതിയൊരു കേന്ദ്രം മർക്കസ് നോളജ് സിറ്റി. ലോകത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ അക്ഷരസാക്ഷ്യത്തിന്റെ പുതിയ വിലാസം. പ്രീ സ്കൂൾ, ഇന്റർനാഷണൽ സ്കൂൾ, ആയുഷ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, യുനാനി മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്റർനാഷണൽ സ്കൂൾസ്, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ കോളേജുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ, റെസിഡൻഷ്യൽ സോൺ. വിദ്യ, വൈദ്യം, വാസം, വ്യാപാരം, വ്യവഹാരം എല്ലാം ഒത്തുചേരുന്ന ഒരിടം മർക്കസ് നോളജ് സിറ്റി. ഹരിതമനോഹരമായ വയനാടൻ മലനിരകളുടെ സുമോഹന താഴ്വരയിൽ മർക്കസ് ഒരുക്കുന്നു വിദ്യയുടെ വിസ്മയ തീരം. ശാസ്ത്രവും സാഹിത്യവും കലയും മതാധ്യാപനങ്ങളും ഒരു വേദിയിൽ ലഭ്യമാക്കുന്ന ചരിത്ര വഴിയിൽ നിന്നും സാങ്കേതിക തികവാർന്ന പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഒരു യാത്ര. നഗരത്തിരക്കുകളിൽ നിന്നകന്ന് ഗ്രാമീണതയുടെ സ്വച്ഛതയിൽ പ്രകൃതിയോട് ചേർന്നൊരുക്കുന്ന വൈജ്ഞാനിക നികേതത്തിലേക്ക് സ്വാഗതം. മർക്കസ് നോളജ് സിറ്റി, പുതുപ്പാടി, താമരശ്ശേരി. അറിവിൻ മധുസൂനമുണർന്നു, അലിവിൻ സുരരാഗമുയർന്നു. അറിവിൻ മധുസൂനമുണർന്നു, അലിവിൻ സുമരാഗമുയർന്നു. അതബിന്റെ വനീത സുന്ദരവാടി മർക്കസ് അജബിൻ സൂര്യൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മർക്കസ് നോളജ് സിറ്റിക്കെതിരായി ചില ആളുകൾ നൽകിയിരുന്ന കേസിൽ 100% വിജയം നേടിയെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അധികാരികളും ഉദ്യോഗസ്ഥരും കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി സഹകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കട്ടവറിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക് മീഡിയ മിഷൻ സംപ്രേഷണം ചെയ്ത പത്രസമ്മേളനം ദൃശ്യസഹിതം ശ്രവിക്കാം. മർക്കസ് നോളജ് സിറ്റിക്കെതിരായി ചില ആളുകൾ നൽകിയിരുന്ന കേസിൽ 100% വിജയം നേടിയെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അധികാരികളും ഉദ്യോഗസ്ഥരും കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി സഹകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കട്ടവറിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക് മീഡിയ മിഷൻ സംപ്രേഷണം ചെയ്ത പത്രസമ്മേളനം ദൃശ്യസഹിതം ശ്രവിക്കാം. ഈ വിവരമാണ് നിങ്ങളോട് പറയാനുള്ള ഒന്ന്. രണ്ടാമത്തേത്, ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തടയണമെന്ന ഉദ്ദേശത്തിൽ മാത്രം ചില വ്യക്തികൾ നോളജ് സിറ്റിക്കെതിരായി നൽകിയുള്ള കേസിൽ 100% ഞങ്ങൾ വിജയിക്കുകയും അവർ പരാജയപ്പെടുകയും ചെയ്തു. ആ സന്തോഷവാർത്തയും നിങ്ങളെ അറിയിക്കുന്നു. മർക്കസ് നോളജ് സിറ്റി നടത്തുന്നത് വന്യ സങ്കേതത്തിലാണെന്നും
തടയണമെന്നും മുമ്പോട്ട് പോകാനുമുള്ള എല്ലാവിധ അധികാരത്തോടുകൂടി ഞങ്ങൾക്ക് വിധി തന്നിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നോളജ് സിറ്റിയുടെ ഓരോ പദ്ധതിയും ജാതി മതഭേദമന്യേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്ക്, വിശിഷ്യ കേരള നാട്ടിന്റെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ആത്മീയപരമായും ഭൗതികപരമായും എല്ലാവിധത്തിലും പുരോഗതി നേടാനുള്ള മാർഗങ്ങൾ മാത്രമാണ് മർക്കസ് നോളജ് സിറ്റിയിൽ ഉള്ളത്. അതിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ മാത്രമല്ല, അവർ ജനങ്ങളുടെയും ശത്രുക്കളാണ്, അവർ വിദ്യാഭ്യാസത്തിന്റെ ശത്രുക്കളാണ്, സമുദായത്തിന്റെയും എല്ലാവിധ നന്മയുടെയും ശത്രുക്കളാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ ശത്രുവിന്റെയും തെറ്റായ റിപ്പോർട്ടുകൾ കൊണ്ട് കോടതി തെറ്റിദ്ധരിക്കുകയും കോടതി അവർക്ക് അനുകൂലമായി ഞങ്ങൾക്കെതിരെ സ്റ്റേ കൊണ്ടുവരികയുമായിരുന്നു ചെയ്തിരുന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അത് വളരെ സത്യമായി ഞങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഇവിടെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് വിധി അനുകൂലമായി ലഭിച്ചു. അതിന് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും അതുപോലെ ഹരിത വകുപ്പിന്റെ മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യമായ അഫിഡവിറ്റ് ഞങ്ങൾക്ക് കൃത്യമായ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്രകാരം CTP ആണ് മറ്റൊന്ന് പ്രതിയായിട്ടുണ്ടായിരുന്നത്. CTPയും ശരിയായ നിലക്ക് ഞങ്ങൾക്ക് അഫിഡവിറ്റ് തന്നിട്ടുണ്ട്. വേറെ ഒന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നായിരുന്നു അഫിഡവിറ്റ് കിട്ടേണ്ടത്. അവരും ശരിയായ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കേരളത്തിലെ പഞ്ചായത്ത്, അതുപോലെ തഹസിൽദാർ, കോഴിക്കോട് ജില്ലാ കലക്ടർ, ഇവരെല്ലാവരുമാണ് ഇതിന് സാക്ഷി പറയേണ്ടിയിരുന്നത്. അവരും വളരെ ഭംഗിയായി വൃത്തിയായി ഇവിടെ യാതൊരുവിധ അപകടവും ഇല്ലെന്നും ഇവിടെ പരിസ്ഥിതിക്ക് ദോഷകരമായി മറ്റൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നും അവിടെ നല്ല നിലയിൽ തന്നെയുള്ള പദ്ധതിയാണ് നടക്കുന്നത്, നിയമവിധേയമായാണ് നടക്കുന്നത് എന്ന് അവരെല്ലാവരും ഞങ്ങൾക്ക് അഫിഡവിറ്റ് കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ആ നൽകിയതിന്റെ പേരിൽ കൂടിയാണ് ഈ കേസിൽ ഇത്രയും പെട്ടെന്ന് വളരെ അനുകൂലമായ ഒരു വിധി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പൊതുസ്ഥാപനം, ജാതിമത ഭേദമന്യേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പുരോഗതിക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഇതിന്റെ വസ്തുത ജഗത്തിച്ചു കൊടുക്കണമെന്ന് വാർത്താ മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു. ഗവൺമെന്റിനോടും മറ്റ് ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി ഞങ്ങൾക്ക് എഴുതി തന്ന എല്ലാവരോടും ഞങ്ങളുടെ കൃതജ്ഞതയും നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. നോളജ് സിറ്റി വിധിയുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദ് നടത്തിയ പത്രസമ്മേളനമാണ് നിങ്ങൾ കേട്ടത്. ഇനി നോളജ് സിറ്റിക്കെതിരെ ചേളാരി വിഭാഗത്തിനു വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാ? അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാർ അല്ലേ?
അതെ അതെ, ഞാൻ ആരാണ് ചെയ്യുന്നത്? KMSC ന്യൂസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിശേഷം? നോളജ് സിറ്റിയുടെ കേസിന്റെ അന്തിമ വിധി വന്നിരിക്കുന്നു. ആരാ ആള്? KMSC ന്യൂസ് ഓൺലൈൻ ചാനലാണ്. എന്താ പേര്? ജലീൽ. ഞാൻ ന്യൂസിന് ഇന്റർവ്യൂ കൊടുക്കാറില്ല. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. നോളജ് സിറ്റി വിധി വന്നതോടെയാവാം ഇന്റർവ്യൂ കൊടുക്കൽ നിർത്തലാക്കിയത്. ഇനി ഹർജിക്കാരൻ സവാദിനെ ബന്ധപ്പെടാം. ഹലോ ഹലോ ഹലോ, ആരാണ്? അഡ്വക്കേറ്റ് സവാദ് അല്ലേ? അതെ, ആരാണ്? KMSC ന്യൂസ് എന്നാണ് വിളിക്കുന്നത്. സോറി, ഞാൻ റെക്കോർഡില്ല. ഒരു മിനിറ്റ് പ്രതികരിക്കാമോ? വിധി വന്നതോടെ സവാദിനും സമയമില്ലാതായി. എന്നാൽ എല്ലാ വന്യജീവികളെയും കാട്ടിലേക്ക് തിരികെ അയക്കാൻ മുൻകൈയെടുത്ത നോളജ് സിറ്റിക്കെതിരെ വന്ന എല്ലാ കൂരമ്പുകളും തടുത്തുമാറ്റി കേസിന്റെ കോർഡിനേഷൻ നടത്തിയ നോളജ് സിറ്റി ലീഗൽ മാനേജർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് KMSC ന്യൂസിനോട് പ്രതികരിക്കുന്നു. മർക്കസ് നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരെ ഒരു കപട പരിസ്ഥിതിവാദി നൽകിയ ഹർജി ചെന്നൈ ഹരിത ട്രൈബ്യൂണൽ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. ഹർജിക്കാരന്റെ ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണമല്ലെന്നും സ്വന്തം ധനസ്ഥിതി മെച്ചപ്പെടുത്തലാണെന്നും തിരിച്ചറിഞ്ഞ കോടതി കണിശമായ ഭാഷയിലാണ് വിധി പ്രസ്താവം എഴുതിയിരിക്കുന്നത്. ലോക ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിനെതിരെ കാക്കയുടെയും പൂച്ചയുടെയും, എന്തിന് വംശനാശം വന്ന ചീറ്റപ്പുലിയുടെ സംരക്ഷണം വരെ പേരുപറഞ്ഞ് കേസ് കൊടുത്തവർ ഇപ്പോൾ വെറും എലികളായി ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. നോളജ് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്നതിൽ ഒരു സർക്കാർ സ്ഥാപനത്തിനും ഒരു നിലയിലുമുള്ള വിലക്കുകളില്ലെന്ന് കോടതി പ്രസ്താവിച്ചിരിക്കുന്നു. ചുടുചോറ് മാന്തിക്കാൻ കുട്ടിക്കുരങ്ങന്മാരയച്ചവർ ഇപ്പോൾ മാളത്തിലിരുന്ന് തലതല്ലി കരയുന്നുണ്ടാവണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന കർമ്മയോഗിയുടെ പ്രയാണപഥങ്ങളിൽ തടസ്സം തീർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് ചരിത്രം ഒരിക്കൽ കൂടെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനബോധത്തിന്റെ മഹാസാക്ഷ്യമായി പശ്ചിമഘട്ടത്തിനു താഴെ മർക്കസ് നോളജ് സിറ്റി യാഥാർത്ഥ്യമാവും തീർച്ച. അല്ലാഹുവേ, നിനക്കാണ് സ്തുതി. നോളജ് സിറ്റിക്കെതിരെയുള്ള കേസ് പരാജയപ്പെട്ടതോടെ മദ്രസകളിൽ നിന്നും വീടുകളിൽ നിന്നും ദൈവത്തിനൊരു കൈത്താങ്ങ് എന്ന പേരിൽ പിരിച്ചെടുത്ത ക്യാഷുമായി ബന്ധപ്പെട്ട് ചേളാരി വിഭാഗത്തിൽ അസ്വാരസ്യങ്ങൾക്ക് തുടക്കമായി. നോളജ് സിറ്റി വിധിയുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദ് നടത്തിയ പത്രസമ്മേളനമാണ് നിങ്ങൾ കേട്ടത്. ഇനി നോളജ് സിറ്റിക്കെതിരെ ചേളാരി വിഭാഗത്തിനു വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാ? അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാർ അല്ലേ? അതെ അതെ, ഞാൻ ആരാണ് ചെയ്യുന്നത്? KMSC ന്യൂസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിശേഷം? നോളജ് സിറ്റിയുടെ കേസിന്റെ അന്തിമ വിധി വന്നിരിക്കുന്നു. ആരാ ആള്? KMSC ന്യൂസ് ഓൺലൈൻ ചാനലാണ്. എന്താ പേര്? ജലീൽ. ഞാൻ ന്യൂസിന് ഇന്റർവ്യൂ കൊടുക്കാറില്ല. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. നോളജ് സിറ്റി വിധി വന്നതോടെയാവാം ഇന്റർവ്യൂ കൊടുക്കൽ നിർത്തലാക്കിയത്. ഇനി ഹർജിക്കാരൻ സവാദിനെ ബന്ധപ്പെടാം. ഹലോ ഹലോ ഹലോ, ആരാണ്? അഡ്വക്കേറ്റ് സവാദ് അല്ലേ? അതെ, ആരാണ്? KMSC ന്യൂസ് എന്നാണ് വിളിക്കുന്നത്. സോറി, ഞാൻ റെക്കോർഡില്ല. ഒരു മിനിറ്റ് പ്രതികരിക്കാമോ? വിധി വന്നതോടെ സവാദിനും സമയമില്ലാതായി. എന്നാൽ എല്ലാ വന്യജീവികളെയും കാട്ടിലേക്ക് തിരികെ അയക്കാൻ മുൻകൈയെടുത്ത നോളജ് സിറ്റിക്കെതിരെ വന്ന എല്ലാ കൂരമ്പുകളും തടുത്തുമാറ്റി കേസിന്റെ കോർഡിനേഷൻ നടത്തിയ നോളജ് സിറ്റി ലീഗൽ മാനേജർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് KMSC ന്യൂസിനോട് പ്രതികരിക്കുന്നു. മർക്കസ് നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരെ ഒരു കപട പരിസ്ഥിതിവാദി നൽകിയ ഹർജി ചെന്നൈ ഹരിത ട്രൈബ്യൂണൽ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. ഹർജിക്കാരന്റെ ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണമല്ലെന്നും സ്വന്തം ധനസ്ഥിതി മെച്ചപ്പെടുത്തലാണെന്നും തിരിച്ചറിഞ്ഞ കോടതി കണിശമായ ഭാഷയിലാണ് വിധി പ്രസ്താവം എഴുതിയിരിക്കുന്നത്. ലോക ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിനെതിരെ കാക്കയുടെയും പൂച്ചയുടെയും,
എന്തിന്? വംശനാശം വന്ന ചീറ്റപ്പുലിയുടെ സംരക്ഷണം വരെ പേര് പറഞ്ഞ് കേസ് കൊടുത്തവർ ഇപ്പോൾ വെറും എലികളായി ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. നോളജ് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്നതിൽ ഒരു സർക്കാർ സ്ഥാപനത്തിനും ഒരു നിലയിലുമുള്ള വിലക്കുകളില്ലെന്ന് കോടതി പ്രസ്താവിച്ചിരിക്കുന്നു. ചുടുചോറ് മാന്തിക്കാൻ കുട്ടിക്കുരങ്ങന്മാരയച്ചവർ ഇപ്പോൾ മാളത്തിലിരുന്ന് തലതല്ലി കരയുന്നുണ്ടാവണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന കർമ്മയോഗിയുടെ പ്രയാണപഥങ്ങളിൽ തടസ്സം തീർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് ചരിത്രം ഒരിക്കൽ കൂടെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനബോധത്തിന്റെ മഹാസാക്ഷ്യമായി പശ്ചിമഘട്ടത്തിനു താഴെ മർക്കസ് നോളജ് സിറ്റി യാഥാർത്ഥ്യമാവും തീർച്ച. അല്ലാഹുവേ, നിനക്കാണ് സ്തുതി. നോളജ് സിറ്റിക്കെതിരെയുള്ള കേസ് പരാജയപ്പെട്ടതോടെ മദ്രസകളിൽ നിന്നും വീടുകളിൽ നിന്നും ദൈവത്തിനൊരു കൈത്താങ്ങ് എന്ന പേരിൽ പിരിച്ചെടുത്ത ക്യാഷുമായി ബന്ധപ്പെട്ട് ചേളാരി വിഭാഗത്തിൽ അസ്വാരസ്യങ്ങൾക്ക് തുടക്കമായി. വെണ്ണക്കോട് തടത്തുമൽ ഹിദായത്തുൽ ഇസ്ലാം CM സ്മാരക സുന്നി മദ്രസ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് നാടിന് സമർപ്പിക്കും. മഗ്‌രിബ് നിസ്കാരാനന്തരം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തളീക്കര, ബഷീർ ഫേസി, അബൂബക്കർ സഖാഫി, ഷുക്കൂർ സഖാഫി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരും സാദാത്യങ്ങളും സംബന്ധിക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരാണ് ബീഹാറിലുള്ളതെന്ന് നരേന്ദ്രമോദി. ഹജ്ജ് വളണ്ടിയർ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് നീക്കത്തിൽ ദുരൂഹത. ഇന്ത്യൻ മുസ്ലിങ്ങൾ വിവേചനം അനുഭവിക്കുന്നുണ്ടെന്ന പരാമർശം ഉപരാഷ്ട്രപതി മാപ്പു പറയണമെന്ന് VHP. മർക്കസ് നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കേസിൽ 100% വിജയം നേടിയെന്നും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും പരിപൂർണമായി സഹകരിച്ചുവെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.